കേരളത്തില് നമ്മുടെ 15 വർഷത്തിൽ കൂടുതലുള്ള വാഹനങ്ങൾ അതിന്റെ രജിസ്ട്രേഷൻ ഫീ വാഹനത്തെക്കാൾ കൂടുന്നു പറയുമ്പോഴും 20 വർഷത്തിന് മുകളിലുള്ള വാഹനത്തിന്റെ ഫീ അതിനേക്കാൾ കൂടും എന്നൊക്കെ പറയുന്ന സമയത്തും ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനോടും അതുപോലെ തന്നെ ഇത് പാസ്സാക്കുന്ന ഗവൺമെന്റിനോടും, കേരളത്തിൽ എവിടെയെങ്കിലും നല്ലൊരു റോഡുണ്ടോ? അതാദ്യം പറ. ആ ഒരൊറ്റ ചോദ്യത്തിന് മാത്രം ഉത്തരം പറ. ഇതൊരു പേഴ്സണൽ ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല. ഇത് തന്നെയാണ് ജനങ്ങൾക്ക് ഒട്ടാകെ ചോദിക്കാനുള്ള ഒരു കാര്യം. ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ എന്താ പറയാ, ഒരു ഭയങ്കര ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ് ഇപ്പം കുറച്ചായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പഴയ വാഹനങ്ങളുടെ റിന്യൂവൽ ഫീസ് കുത്തനെ കൂട്ടുന്നു പറഞ്ഞ ഒരു കാര്യം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നിരത്തിലോടുന്ന പല വാഹനങ്ങളും, അതായത് പഴയ വാഹനങ്ങൾ എടുത്ത് മോഡിഫിക്കേഷൻ ചെയ്യുന്ന ഒരു പരിപാടി ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലെ ഒരുപാട് വണ്ടി ഭ്രാന്തന്മാർ ലോകത്തുണ്ട്. വാഹനത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് വാഹന പ്രേമികളും ഉണ്ട്. അപ്പൊ അവർക്കെല്ലാം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ എങ്ങനെയായാലും ഒരു വിഷമം തന്നെയാണ്. കാരണം ഇപ്പം 15 വർഷത്തിൽ മുകളിലുള്ള വാഹനങ്ങൾക്ക് അതിന്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അതിന്റെ ഈ ഒരു റിന്യൂവൽ ഫീസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വാഹനത്തിന്റെ ഒരു വിലയുടെ ഏതാണ്ട് അടുത്ത് നിൽക്കുന്നൊക്കെ പറയുന്ന സമയത്ത് അതാരെ സംബന്ധിച്ചിടത്തോളായാലും ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പലതരത്തിലുള്ള വ്ളോഗർമാർ പലതരത്തിലുള്ള വിശദീകരണങ്ങൾ പല വഴിക്ക് പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ന്യൂസ് പലതും പ്രചരിച്ചേക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഒരു സംഭവം ഇപ്പൊ ഇതൊരു വാഹനവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്, അതായത് ഗതാഗതവുമായി ഒരു ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ബ്ലോഗർമാരുടെ വീഡിയോ കാണാം, ഓക്കെ, അതൊരു കാര്യം ശരിയാണ്, നമുക്കൊരു അറിവ് കിട്ടാൻ ഒരു വീഡിയോ കാണാം. അതിലുപരി നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, ഇതിപ്പോ RTO ഡിപ്പാർട്ട്മെന്റ് ആണ്, നമുക്ക് വേണമെങ്കിൽ അവിടെ അന്വേഷിക്കാം, അവിടെ വിളിക്കാം, സാറേ ഇങ്ങനെ ഒരു നിയമം നിലവിലുണ്ടോ അല്ലെങ്കിൽ എന്താണ് എന്ന് അന്വേഷിക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ അന്വേഷിക്കുന്നതിനെ കൊണ്ട് ഇവിടെ യാതൊരുവിധ പ്രശ്നവുമില്ല. അങ്ങനെ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ അവരതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഞാൻ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത്, ഞാൻ ഇനിയിപ്പോൾ വീഡിയോ ഇടുന്ന ആൾക്കാരെയൊന്നും ഞാൻ പറയുന്നതൊന്നുമല്ല. നല്ല രീതിക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയല്ല. അതായത് സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ റീച്ചിന് വേണ്ടി ഇന്നത് സംഭവിച്ചു അല്ലെങ്കിൽ ഇന്നതാണ് എന്ന് മാത്രം പറഞ്ഞ് ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇടും. തുടർന്ന് എന്ത് വേണം? നിങ്ങൾ ആ ഷോർട്ട് വീഡിയോ കണ്ട് അതിൻ്റെ ലോങ് വീഡിയോ നിങ്ങൾ പോയി കാണണം. അപ്പോൾ ഒരു ബ്ലോഗറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ സംബന്ധിച്ചിടത്തോളം അവരിടുന്ന വീഡിയോസ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി അവർക്കുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നുള്ള കാര്യം കൂടിയാണ്. ഇപ്പോൾ ഈ ഒരു പഴയ വാഹനങ്ങളുടെ കേസ് വന്ന സമയത്തെന്ന് പറഞ്ഞാൽ 15 വർഷം പൂർത്തിയായ വാഹനങ്ങൾ അല്ലെങ്കിൽ 15 വർഷത്തിൽ മുകളിലുള്ള വാഹനങ്ങൾ നമുക്കിപ്പോൾ ഇതിൻ്റെ റിന്യൂവൽ ഫീസ് കൂടുതൽ കൊടുക്കേണ്ടി വരും എന്നുള്ള ഒക്കെയാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഒരു നിയമമൊന്നും ഇപ്പം നിലവിൽ വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് പറയാൻ പറ്റിയത്. ഫീസ് കൂടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ 20 വർഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾക്കാണ് ഇങ്ങനെ കൂടിയതെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പം ഫ്യൂച്ചറിൽ 15 വർഷത്തിന് മുകളിലുള്ള വാഹനങ്ങളൊക്കെ ഫീസ് കൂടാനുള്ള ചാൻസസ് കൂടുതൽ തന്നെയാണ്. അതിന് മുഖാന്തരമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെയായാലും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു നടപടി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള RTO ഓഫീസുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും RTO ഓഫീസിൽ പോയി ഇപ്പം വേണമെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാം. സാറേ ഇന്ന പോലുള്ളൊരു കാര്യമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പം വാഹനത്തിൻ്റെ 15 വർഷത്തിന് മുകളിലോട്ടുള്ള വാഹനങ്ങളുടെ റിന്യൂവലുമായി സംബന്ധിച്ച് എന്തൊക്കെ നിയമമാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നമുക്ക് ചോദിച്ചറിയാവുന്നതാണ്. RTO ഓഫീസിൽ നമുക്ക് സന്ദർശിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അതിനൊന്നും ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഒരു കാര്യം അവിടെ അന്വേഷിക്കാൻ പോകുന്ന സമയത്ത് നമ്മളെ പിടിച്ച് തിന്നാനൊന്നും അവിടെ ആരും നിൽക്കുന്നൊന്നുമില്ല. ഇത്തരത്തിലുള്ള ഒരു പേടി ഒരുപാട് ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ RTO ഓഫീസിൽ തന്നെ പോകാൻ മടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബ്ലോഗർമാർ ചെയ്യുന്ന എല്ലാ വീഡിയോസും കണ്ട് നിങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ച് നിങ്ങൾ പാനിക്കായി നിങ്ങൾ ഒരുപാട് പേടിച്ച് ഡിപ്രഷൻ അടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പഴയ വാഹനങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറയാം, അറിഞ്ഞ ന്യൂസ് വെച്ച് പറയുമ്പോൾ 20 വർഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അത് കുറച്ച് ഫീസും കാര്യങ്ങളൊക്കെ കൃത്യമായി വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ 15 വർഷത്തിന് മുകളിലോട്ടുള്ള വാഹനങ്ങൾക്ക് വലിയ രീതിക്കുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത്. സോ ഈ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ആരും എന്താ പറയുക, കിട്ടിയ റൈറ്റിന് വാഹനങ്ങൾ കൊടുത്ത് ഒഴിവാക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അത്തരത്തിലൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും ആ ഒരു കാരണം എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ നിങ്ങളിപ്പം നമ്മളൊരു വീഡിയോ ചെയ്തു എന്ന് കരുതി നിങ്ങൾ വ്യക്തമായ രീതിയിലൊന്നും നിങ്ങൾ എന്താ ചെയ്യണ്ട, നിങ്ങൾ അതിന് മറുപടി അല്ലെങ്കിൽ നിങ്ങൾ അനുസരിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ നാട്ടിൽ അടുത്തുള്ള RTO ഓഫീസുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റും. ഓൺലൈൻ നമ്പറുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങൾ നേരിട്ട് പോയി അന്വേഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവിടെ ചെന്ന് അവരുടെ ഒരു കൗണ്ടറിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവരതിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും.
നിങ്ങളുടെ വാഹനം ചിലപ്പോൾ 15 വർഷത്തെ, നമുക്കിപ്പോൾ അറിയാം നമ്മുടെ നാട്ടിലൊക്കെ 15 വർഷത്തിന് മുകളിലോട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ നാട്ടിൽ ഓടുന്നുണ്ട്. ഡീസൽ ആയിക്കോട്ടെ, പെട്രോൾ ആയിക്കോട്ടെ, ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഓടുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഒരു ന്യൂസൊക്കെ പ്രചരിക്കുന്ന സമയത്ത് ചിലപ്പം ഇങ്ങനെയുള്ള പല ആൾക്കാരും ചിന്തിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള വാഹനങ്ങളൊക്കെ എങ്ങനെയും പെട്ടെന്ന് കൊടുത്ത് ഒഴിവാക്കാമെന്ന് പോലും പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും ഒരു ന്യൂസ് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വാർത്ത കണ്ടതുകൊണ്ടോ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഒരു വാഹനം എന്നുള്ളൊരു കാര്യം ഒരിക്കലും ഒരു ബ്ലോഗർമാരല്ല തീരുമാനിക്കുന്നത്. അവരിപ്പോൾ എന്താണ് ചെയ്യുന്നത്? പല സ്ഥലത്തു നിന്നും കേട്ട ന്യൂസുകളാണ് നിങ്ങളോട് പറയുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രീയ ഒരു ഭാഗം എവിടെയാണ്? RTO ഓഫീസ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരാണ്. അപ്പോൾ അവിടെ പോവുക, നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ചോദിക്കുക. ഇപ്പോൾ സാറേ, എൻ്റെ ഒരു വാഹനം 15 വർഷം കഴിഞ്ഞ ഒരു വാഹനമാണ്. സോ ഞാൻ ഇനിയിപ്പം എൻ്റെത് ഇപ്പോൾ 2026 എൻ്റെ വാഹനം റിന്യൂവൽ. അപ്പോൾ ചോദിക്കുക, അതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സാറേ ഇപ്പോൾ ഉള്ള നിയമപ്രകാരം എന്നൊക്കെ പറഞ്ഞാൽ അവർ വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ കാണാൻ കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഇപ്പം ഒരു ആൾട്ടോ, അതുപോലെ തന്നെ 2006 മോഡൽ ആൾട്ടോ, അതുപോലെ തന്നെ 800, 1998 മോഡൽ 800, ഇതൊക്കെ കൊടുത്ത് ഒഴിവാക്കണം അല്ലെങ്കിൽ എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഈ വ്ളോഗർമാരുടെ വീഡിയോസ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ കണ്ടല്ല നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ റിന്യൂവലൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം നേരിട്ട് പോയിട്ട് RTO ഓഫീസിൽ എന്താണ് അവർ പറയുന്നത് എന്നൊക്കെ പറയാം. ഇപ്പം ഈ ഒരു സംഭവം കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇനി യൂസ്ഡ് വാഹനങ്ങൾ എടുക്കുന്നത് തന്നെ പ്രശ്നമാണ്. കാരണം പല ആളിപ്പം ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫിനാൻസ് ഇട്ട് എങ്ങനെയായാലും ഒരു പുതിയ വാഹനം ഇറക്കാമെന്നുള്ള കാര്യമാണ്. പുതിയ വാഹനങ്ങൾ ഇറക്കുന്ന സമയത്തും ഒരുപാട് പരിമിതികളുണ്ട്. ഇങ്ങനെയുള്ള ന്യൂസുകൾ കേട്ട് നിങ്ങൾ പൊട്ടൻ അല്ലെങ്കിൽ മണ്ടൻ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് RTO ഓഫീസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അവർ പറയുന്ന എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനം എടുക്കുക. ഇപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കുന്നു എന്നുള്ള കാര്യം ഒരു നല്ല കാര്യം തന്നെയാണ്. അതിനെയൊന്നും ഒരിക്കലും എന്താ പറയുക, നമ്മൾ അതിനെ എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് ആ വാഹനത്തിൻ്റെ ചിലവ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ? ആ വാഹനത്തിൻ്റെ മറ്റു പല കാര്യങ്ങൾ, സർവീസ് മുഖാന്തരമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ട ഡൗൺ പേയ്മെൻറ്റ്, ഇനി മന്ത്ലി വരുന്ന ആ ഒരു വാഹനത്തിൻ്റെ EMI, ഇതൊക്കെ നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലും ഒരു ന്യൂസ് കണ്ടുകൊണ്ട് പഴയ വാഹനം സെയിൽ ചെയ്ത് ചാടിക്കയറി പുതിയ വാഹനം എടുക്കുന്ന ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഞാനിത് ഈ ഒരു കാര്യം പറയാൻ കാരണം, എനിക്ക് അറിയുന്ന 1-2 ആൾക്കാർ ഇത്തരത്തിലുള്ളൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതും വണ്ടി അത്യാവശ്യം പഴയ മോഡൽ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്, പഴയ വാഹനങ്ങൾ കൊടുത്ത് പുതിയ വാഹനം പറ്റുമെങ്കിൽ എടുക്കാൻ വേണ്ടി നോക്കിക്കോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇപ്പോൾ നിലവിൽ അറിയാൻ പറ്റിയത്, ഇനിയിപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടും നിങ്ങൾ തീരുമാനമൊന്നും എടുക്കണ്ട. പക്ഷേ നിലവിൽ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്, ഇത്തരത്തിലുള്ള ഫീസുകൾ നിലവിൽ വന്നിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് 20 വർഷത്തിൽ മുകളിലുള്ള വാഹനങ്ങൾക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് മുഖാന്തരം നിങ്ങൾക്ക് ഇനി കൃത്യമായി അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ കണ്ണൂരാണ്, ഞാനിപ്പോൾ കൃത്യമായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ കണ്ണൂർ RTO ഓഫീസിലാണ് ഞാൻ ബന്ധപ്പെടുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ല ഏതാണ്? ഇപ്പോൾ കേരളത്തിലുള്ള 14 ജില്ലകളിൽ നിങ്ങൾ ഏത് ജില്ല ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള RTO ഓഫീസിൽ പോയി നിങ്ങൾ കൃത്യമായിട്ട് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തുക. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട്, വാഹനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, വാഹന പ്രേമികളാണ് നാട്ടിൽ ഒരുപാടുള്ളത്. വാഹനത്തിനെ പ്രേമിക്കാത്തതായിട്ട് ആരും തന്നെയില്ല. എല്ലാവർക്കും ഇഷ്ടമാണ് വാഹനവും വാഹനത്തിൽ സഞ്ചരിക്കാനും ഒരുപാട് കാര്യങ്ങളും. സോ നമ്മൾ എന്തെങ്കിലും ന്യൂസ് കേട്ട് പാനിക് ആവാതെ, വാഹനത്തിന് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള നമ്മുടെ RTO ഓഫീസിൽ തന്നെ നിങ്ങൾ കൃത്യമായി അന്വേഷിക്കുക. നിങ്ങൾ പേടിക്കാനും കാര്യങ്ങളോ ഒന്നും വേണ്ട. അവർ പറയുന്ന കാര്യങ്ങൾ എന്താണോ, ഇപ്പോൾ ഉള്ള നിയമം എന്താണോ എന്നുള്ളത് ഏറ്റവും കൂടുതൽ അവർക്ക് തന്നെയാണ് അറിയാൻ പറ്റുക. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പോവുക, അന്വേഷിക്കുക. അല്ലാതെ പേടിച്ച് പരിഭ്രമിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ട് ഒരിക്കലും നിങ്ങളുടെ വാഹനം സെയിൽ ചെയ്യാനോ ചാടിക്കേറി നിങ്ങളെ കൊണ്ട് പറ്റാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യാനോ പുതിയ വണ്ടി എടുക്കാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 10 തവണയിൽ കൂടുതൽ നമ്മൾ ആലോചിക്കണം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആരെങ്കിലും കാര്യം കേട്ട് നമ്മൾ ചാടിക്കേറി പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ പോയാൽ, ഇപ്പം അതിൻ്റെ ആ തുടക്കത്തിലൊക്കെ നിങ്ങളുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവും. കാരണം ഒരു പുതിയ വണ്ടി എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, എടുത്തോളൂ എന്ന് പറഞ്ഞ്. കാരണം എന്താണ്, അവർക്കും കൂടി അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു വാഹനം പുതുതായിട്ട് മേടിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും അതിൻ്റെ കംപ്ലീറ്റ് മെയിൻ്റനൻസ് കോസ്റ്റും നിങ്ങളുടെ കയ്യിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സർവീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യം ആയിക്കോട്ടെ, കംപ്ലീറ്റ് പൈസ ചിലവ് തന്നെയാണ്. പെട്രോൾ മുതൽ പല കാര്യങ്ങൾക്കും പൈസ ചിലവ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യവും മന്ത്ലി വരുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ മന്ത്ലി EMI, ഇതൊക്കെ നിങ്ങൾക്ക് അടക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും പെട്ടുപോകുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക,
ഞങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ വണ്ടി ഞാൻ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കിതിനെക്കുറിച്ച് അറിയണം. അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു അറിവ് നേടാൻ നിങ്ങൾ ശ്രമിക്കുക. എന്നിട്ട് മാത്രം നിങ്ങളുടെ തീരുമാനം നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുക്കുക. നിലവിലിപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞ കാര്യം 20 വർഷത്തിന് മുകളിലോട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ആ ഒരു സീനുള്ളൂ. 15 വർഷത്തിന് മുകളിലോട്ടുള്ള വാഹനങ്ങൾക്കൊന്നും അത്തരത്തിലുള്ള സീന് പറഞ്ഞിട്ടില്ല. ഇനിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് RT ഓഫീസുമായിട്ട് ബന്ധപ്പെടാന്നുള്ള കാര്യം. അപ്പം എന്നോടിപ്പം കുറച്ച് ആൾക്കാർ പറഞ്ഞു, പഴയ വാഹനത്തിൻ്റെ കാര്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇന്നീയൊരു വീഡിയോ ഞാൻ എന്ത് ചെയ്യാൻ പറയുന്നത്, ഞാൻ ചെയ്തത്. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എന്നോടോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്ളോഗർമാരോടോ ചോദിച്ചിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, RT ഓഫീസായിട്ട് തന്നെ നിങ്ങൾ ബന്ധപ്പെടണം. അവർ തരുന്ന ഇൻഫർമേഷൻ ആയിരിക്കും ഏറ്റവും കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കേട്ടോ. അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരു ഡൗട്ട് തീർക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഒരുപാട് ആൾക്കാരുണ്ട് വാഹനപ്രേമികളായിട്ടുള്ള. അപ്പം അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻ്റ് ഇടുക കേട്ടോ. ഇനി നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ച് പോയിക്കോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ ഓക്കെ, കുറച്ച് ദിവസമായിട്ടിപ്പം ഒരു മഴേൻ്റെ ഒരു അന്തരീക്ഷമാണ്. ഇപ്പം ഇന്നൊക്കെ നല്ല മഴയാണ് രാവിലെയൊക്കെ. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടു, കുറച്ച് ദിവസങ്ങളായിട്ടും ഈ ഒരു വീഡിയോ കണ്ടു, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. ചായ കുടിക്കട്ടെ, പോയിട്ട് ചായ കുടിക്കാതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സമയം ഏതാണ്ട് ഒരു 4 മണിയൊക്കെ ഏതാണ്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ടീ ടൈമാണ്. താങ്ക് യു.